സാറേ ഇന്ന് ഹഡിൽ ജയിച്ച ക്രൂസാരെ കൊണ്ട് അതിപ്പോ ശരാ ഹഡിൽ ചെയ്യണോണ്ടുള്ളൊരു 9 ഗുണങ്ങളെ പറ്റി നമുക്ക് പറയാൻ വേണമെങ്കിൽ ഒരു ഗുണമൊന്നുമല്ല ഹഡിൽ ചെയ്യണോണ്ട്. ഓക്കെ, 9 ഗുണങ്ങളുണ്ട് ഹഡിൽ ചെയ്യണോണ്ട്. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ പവർ ഇമ്പ്രൂവ് ആവുന്നുള്ളത്. ഹഡിൽ ചെയ്യുമ്പോൾ ത്രോയേഴ്സിന് പവർ ആവശ്യമുണ്ടല്ലോ, ത്രോയേഴ്സിന് പവർ ആവശ്യമുണ്ട്. അത് കാരണം കൊണ്ട് ഹഡിൽ ചെയ്യുമ്പോൾ ത്രോയേഴ്സിന്റെ പവർ ഇമ്പ്രൂവ് ആവും. അത് വഴി അവരുടെ എക്സ്പ്ലോസീവ് സ്ട്രെങ്ത് ഡെവലപ്പ് ആവും. അപ്പൊ അത് ത്രോസിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്പീഡും എജിലിറ്റിയും കൂടും. ഏത് സ്പോർട്ട് ഇവന്റ് ആണെന്നുണ്ടെങ്കിലും ഏത് ഗെയിം ആണെന്നുണ്ടെങ്കിലും ചെയ്യുന്ന ഒരാൾക്ക് എന്ത് വേണം? സ്പീഡ് വേണം, എജിലിറ്റി വേണം, കോർഡിനേഷൻ വേണം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വേണം. അപ്പോൾ അവരുടെ സ്പീഡും എജിലിറ്റിയും എന്ത് ചെയ്യും, ഇതുവഴി ഡെവലപ്പ് ആവും. ഒരുപാട് കോർഡിനേഷൻസ് ഇതുവഴി ഹഡിൽ ചെയ്യുമ്പോൾ ത്രോവേഴ്സിന് ഉണ്ടാവും. ത്രോവേഴ്സിന് കോർഡിനേഷൻ ആവശ്യമുണ്ട്. അപ്പൊ ആ കോർഡിനേഷൻ ഉണ്ടാവും ഇത് ചെയ്യുന്നത് വഴി. ഇഞ്ചുറീസ് വരാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. കാരണം നമ്മൾ നമ്മുടെ കാലിന്റെ ആംഗിള്, ഹിപ്പ്, മൊബിലിറ്റി മൂവ്മെന്റ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ഹഡിൽ മൊബിലിറ്റീസ് ചെയ്യണത്. അപ്പം ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യതകളും കുറവായിരിക്കും. ഇപ്പൊ 3 പറഞ്ഞില്ലേ, അടുത്തതാണ് നമ്മുടെ റേഞ്ച് ഓഫ് മോഷൻ കൂടുന്നുള്ളത്. അടുത്ത ഒരു 4ാമത്തെ ബെനിഫിറ്റ് സൈഡാണ് നമ്മുടെ റേഞ്ച് ഓഫ് മോഷൻ കൂടുന്നുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബിലിറ്റി എക്സസൈസ്, അതുപോലെ ലെഗ് സ്വിങ്, ഹിപ്പ് സർക്കിൾസ്, അതുപോലെ ആം വേവ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും നമ്മുടെ റേഞ്ച് ഓഫ് മോഷൻ ഫുള്ളായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഇപ്പൊ ഒരു ഹാമർ ത്രോയർ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിസ്കസ് ത്രോയർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ കൈയുടെ ആ ഒരു ലെങ്ത് പ്ലസ് ഷോൾഡർ ലെങ്ത് ഇങ്ങനെയുള്ളതെല്ലാം ഉപയോഗിക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും. അതുവഴിയും നമുക്ക് എന്ത് ചെയ്യാം, ഇഞ്ചുറി കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, അടുത്തൊരു ഗുണം എന്ന് പറയുന്നത് ഈ ഇങ്ങനെയുള്ള മസിൽ എൻഡുറൻസ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മസിൽ സോർനെസ് കുറയും. കാരണം റെഗുലറായിട്ട് നമ്മൾ ആ മസിലിനെ എന്ത് ചെയ്യാണ്, ഉപയോഗിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മസിൽ സോർനെസ് കുറയും. ഈ ഹഡിലിന്റെ മേളിൽ മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ത്രോയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് ഹെവി വെയിറ്റ് ആയിരിക്കും. അവരുടെ ബോഡിയുടെ ബാലൻസ് ഇമ്പ്രൂവ് ആവും. അതുപോലെ തന്നെ കോർഡിനേഷൻ ഉണ്ടാവും. ഇതുവഴി നമുക്ക് നല്ല രീതിയിൽ ഏത് ഇവന്റ് ആണെങ്കിലും എന്ത് ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓരോ മൂവ്മെന്റിലും കൃത്യമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ പവർ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാണ്, അതിന് ഫോളോ ത്രോ വരികയാണ്. ഈ സമയത്തൊക്കെ നമുക്ക് കോർഡിനേഷൻ ഉണ്ടെങ്കിൽ, എജിലിറ്റി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ബാലൻസ് കൂടി കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചുറി അവോയ്ഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. മെയിനായിട്ട് ഈ പ്ലയോമെട്രിക്സിനകത്ത് വന്നതാണ് ഹഡിൽ മൂവ്മെന്റ്, ബോക്സ് ജമ്പ്, അതുപോലെ ഡെപ് ജമ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇത് നമ്മുടെ എക്സ്പ്ലോസീവ് സ്ട്രെങ്തിനെ, എക്സ്പ്ലോസീവ് പവറിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അത്ലറ്റ്സിനെ സഹായിക്കും. അതുപോലെ ന്യൂറോ മസ്കുലർ ട്രെയിനിങ്, അത് ഭയങ്കരമായിട്ട് നമ്മുടെ ന്യൂറോ മസ്കുലർ കോർഡിനേഷനിലെല്ലാം അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പ്ലയോമെട്രിക്സ്. നമ്മുടെ സിസ്റ്റം റിക്രൂട്ട് ചെയ്യുന്ന മസിൽ ഫൈബേഴ്സിനെ എല്ലാം കൃത്യമായി എഫിഷ്യൻ്റ്ലി അത് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ഒരു രീതിയിൽ നമ്മുടെ പവർ ഉപയോഗിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഫെയിൽ ആവില്ല എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സ്പീഡ് മൂവ്മെന്റ്സ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്. കറക്റ്റ് ആയിട്ടുള്ള ലെഗ് ഹാൻഡ് കോർഡിനേഷൻസ് ഉണ്ടാവും. പ്രോപ്പറായിട്ട് നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. അതിന് നമ്മുടെ ബ്രെയിൻ നമ്മൾ എന്ത് ചെയ്യും, ഈ യൂസ് ചെയ്തിരിക്കുന്ന ഹാബിറ്റ് വഴി ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇഞ്ചുറി പ്രിവെൻഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽ ഫൈബേഴ്സിനെ കവർ ചെയ്തിരിക്കുന്ന ടെൻഡൻസ്, ആ ടെൻഡൻസിനെ റൗണ്ട് ചെയ്തിരിക്കുന്ന ജോയിന്റ്സ്, അതിന്റെ മൂവ്മെന്റ്സിനെ എല്ലാം ബാലൻസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കോർഡിനേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇഞ്ചുറി എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയും ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ വിചാരിച്ചത് ചുമ്മാ സമയം പോവാനും വർക്കൗട്ടിന് ചുമ്മാ ഇത് ചെയ്യുന്നതാന്ന് വെച്ചാൽ. എന്നിട്ട് നമ്മൾ ഹഡിൽ ശരിക്കും ചെയ്യണം.